അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. പിന്നെ ചെറുതായിട്ട് ഇതാ കോൾഡ് ഉണ്ട്. അപ്പോൾ ഇതാ വൈറ്റ്സ് ഒക്കെ സൈഡിൽ വെച്ചിട്ട് ഇരിക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ എല്ലാവർക്കും അറിയാം, വൈറൽ ഫീവറൊക്കെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ വീട്ടിലും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം അതൊക്കെ സുഖമായിട്ട് കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാഹ് വരുന്നു. എല്ലാവരും സേഫായിട്ട് നന്നായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് മീഷോ ഹോളല്ല, നമ്മൾ അജിയോ ഹോളാണ് ചെയ്യുന്നത്. തമ്മിൽ കണ്ടപ്പോൾ ഓൾറെഡി നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു അജിയോ ഹോൾ നമ്മൾ കുറേ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു ഹോൾ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറേ കാലമായിട്ട് സെർച്ച് ചെയ്ത് നടന്നിട്ടുള്ള ഒരു ഡ്രസ്സ്, അതായത് ഒരു സോളിഡ് ഓവർ സൈസ്ഡ് ടീഷർട്ട് ഡ്രസ്സ് എനിക്ക് കിട്ടി. ഞാൻ ഇതിന് മുന്നേയും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ കൂടിയും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ഞാൻ എന്താണോ വിചാരിച്ചത് അങ്ങനെ എനിക്ക് കിട്ടിയിട്ടില്ല. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല കംഫർട്ടബിൾ ആണ്. ചിലത് എനിക്ക് ഇഷ്ടമാവെങ്കിൽ കൂടിയും എനിക്ക് വെയർ ചെയ്യാൻ അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇത് എനിക്ക് എല്ലാം കൊണ്ടും നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു സംഭവമാണ് കയ്യിൽ കിട്ടിയിട്ടുള്ളത്. സോ അതും എഫോർഡബിൾ പ്രൈസിൽ. ഓക്കെ, ജസ്റ്റ് 599 ആണ്, ഞാൻ എടുത്തു പറയാം. ജസ്റ്റ് 599 ആണ് ആ ഒരു ഡ്രസ്സ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് അങ്ങനെയുള്ള ടീഷർട്ട് ഡ്രസ്സസ് ഒക്കെ ഇടുമ്പോൾ ചില ഡ്രസ്സുകൾ ഇടുന്ന സമയത്ത് നമുക്ക് കുറച്ചൊരു നമ്മളെ കോൺഫിഡൻസ് കുറച്ചുകൂടി ഒന്ന് ഗ്രോ ചെയ്യുന്ന പോലെ തോന്നാറുണ്ട്. സോ അങ്ങനെ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു സ്റ്റൈൽ ചെയ്ത് കഴിയുമ്പോഴും. എന്തായാലും എല്ലാവരുടെ വാർഡ്രോബിലും മസ്റ്റ് ഹാവ് ആയിട്ട് ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ഓക്കെ, അപ്പം ഞാൻ നീട്ടി വലിച്ചു പോകുന്നില്ല, ഓരോ ഡ്രസ്സായിട്ട് കാണിച്ചു തരാം. നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുള്ളൂ. സോ നമുക്ക് വീഡിയോയിലിട്ട് ഓക്കെ, അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സൈറ്റിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡ്രസ്സ് ഞാൻ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു കേട്ടോ. വാഷ് ചെയ്യാൻ എടുത്ത് കൊണ്ടുവന്നതാണ്. ഓക്കെ, സോ ഞാൻ ബാക്കി ഡ്രസ്സുകളൊക്കെ ഇവിടെ ഇങ്ങനെ സൈഡിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. സോ ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഇങ്ങനെയുള്ള ടീഷർട്ട് ഡ്രസ്സസൊക്കെ ഒരുപാട് പേര് സെർച്ച് ചെയ്തിട്ടുണ്ടാവും. മേ ബി ഇപ്പൊ ഭയങ്കര ട്രെൻഡി ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, എല്ലാവർക്കും വേണ്ടി വരും, എന്തായാലും ഉറപ്പാണ്. ഇതൊക്കെ ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടുള്ളത്, ഞാൻ എന്തായാലും ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ളത് നോക്കൂല. ഞാൻ എനിക്കാണെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാനാണെങ്കിലും എത്രത്തോളം എഫോർഡബിൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുമോ അതിൽ ബെസ്റ്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാറ്. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കാണിച്ചു തരുന്നത്, ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ഡ്രസ്സ്. ഇതൊരു നീ ലെങ്ത്തിൽ വരുന്ന ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു ബ്ലാക്ക് കാഫ് ലെങ്ത് വരുന്ന ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. ഓക്കെ, ഇതൊരു നീ ലെങ്ത്തിൽ വരുന്ന ടീഷർട്ട് ഡ്രസ്സാണ്. ഇതിന്റെ 3 കളേഴ്സ് അവൈലബിൾ ആണ്. ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ഇതും മസ്റ്റ് ഹാവ് ആണ്. അത് കാഫ് ലെങ്ത് വരുന്ന ആ ഒരു ഡിഫറൻസേ വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഫിറ്റിങ്ങിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബട്ട് ഇതും നമുക്ക് കാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വാർഡ്രോബിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. സോ ഇതിന്റെ 3 കളേഴ്സ് ഉണ്ട്, പിങ്ക്, പേർപ്പിൾ, ബ്ലാക്ക്. ഇങ്ങനെ 3 ഷെയ്ഡ്സ് ആണ് വന്നിട്ടുള്ളത്. സൈസസ് വരുന്നത് ഡബിൾ വരെയോ XL വരെയോ അങ്ങനെയാണ് സൈസ് വന്നിട്ടുള്ളത്. സോ ഞാൻ എടുത്തിട്ടുള്ള സൈസൊക്കെ പറഞ്ഞുതരാം കേട്ടോ. സോ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു ടീഷർട്ട് ഡ്രസ്സ്. സോളിഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്കിങ്ങനെ ഭയങ്കര പ്രിന്റ് ഉള്ളതിനെക്കാട്ടിയും കൂടുതൽ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വരുന്നതാണ് എനിക്കിഷ്ടം. സോ ഇതിന്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 599 ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ. ആ ഒരു പ്രൈസിന് എനിക്ക് നല്ല വർത്തായിട്ട് തോന്നുന്നു. കാരണം ആ ഒരു പ്രൈസിനൊക്കെ ഞാൻ അല്ലാതെയും ടീഷർട്ട് ഡ്രസ്സുകൾ ഈ ഒരു ബനിയൻ മെറ്റീരിയലിൽ വരുന്ന ഡ്രസ്സസ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും അത്ര അങ്ങോട്ട് ക്വാളിറ്റി തോന്നാറില്ല. പക്ഷെ എനിക്ക് അജിയോന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് അജിയോന്ന് ഞാൻ 300 സംതിങ്ങിനൊക്കെ ഓവർ സൈസ്ഡ് ടീഷർട്ട് എടുക്കും. ജസ്റ്റ് ബ്രീത്തിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട്, കാരണം കോൾഡ് നന്നായിട്ടുണ്ട്, അലർജിയുടെ കംപ്ലൈൻറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് കേൾക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നുകയാണെങ്കിൽ അത് ഇഗ്നോർ ചെയ്യാം കേട്ടോ. ഓക്കെ, എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു ടീഷർട്ട് ഡ്രസ്സ് എന്ന് പറയുമ്പോൾ എന്തേ പറഞ്ഞ് പ്ലെയിൻ പ്ലെയിൻ ആയിട്ടുള്ളതാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടം. സോ ഇതിന്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. XL എൻ്റെ നോർമൽ സൈസാണ്. അതെടുത്തിട്ട് എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ സൈസ് എടുക്കുമ്പോൾ നമുക്കത് ഓവർ സൈസിലേക്ക് വരും. നല്ല ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള നല്ലൊരു ഫിറ്റിൽ കിട്ടും. സോ നിങ്ങളുടെ നോർമൽ സൈസ് ഏതാണോ അത് ചൂസ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് പേർപ്പിൾ ആണ്. പിന്നെ ഇട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും. ഇത്രയാണ് ഇതിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, മെറ്റീരിയൽ ക്വാളിറ്റി ആരും ഒരു ഡൗട്ടും വേണ്ട.
വിതൗട്ട് എനി ഡൗട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ക്വാളിറ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ആരും ഒന്നും വിചാരിക്കേണ്ട. പിന്നെ ഫിറ്റിംഗ് അത് നിങ്ങളെ പോലെ ഇരിക്കും. ഞാൻ വാങ്ങിച്ചിട്ട് എനിക്കത് എൻ്റെ നോർമൽ സൈസ് വാങ്ങിച്ചപ്പോൾ എനിക്കത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള നല്ലൊരു ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. എനിക്കത് ഓക്കെയാണ്. പിന്നെ നിങ്ങൾ ഇട്ടിട്ട് കാണുന്നുണ്ട്. പിന്നെ നിങ്ങളെ സൈസ് വെച്ചിട്ടൊന്ന് നോക്കിയിട്ട് ഏകദേശം നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ അപ്പോൾ പ്രൈസ് പറഞ്ഞു. ഓക്കെ അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും ആ ഒരു ബ്ലാക്ക് ഡ്രസ്സിന് വേണ്ടിയിട്ട്. സോ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാഷ് ചെയ്യാൻ എടുത്തു കൊണ്ടതാണ്. ഇതാണ് കേട്ടോ ആ ഒരു ബ്ലാക്ക് ഡ്രസ്സ്. സോ ഇത് ഒരു അടിപൊളി സംഭവമാണ്. നല്ല ടോപ്പ് ക്വാളിറ്റിയിൽ വന്നിട്ടുള്ള നല്ല വർത്തായിട്ടുള്ള ഒരു ടീഷർട്ട് ഡ്രസ്സാണ്. അതും അങ്ങനെ തന്നെയാണ്. ഇത് ഞാൻ കുറേ കാലമായി സെർച്ച് ചെയ്ത് നടന്നതിനോട് എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷമായി. ഓക്കെ, അതുകൊണ്ടാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഇത് കാഫ് ലെങ്ത്. പിന്നെ നിങ്ങൾക്ക് എല്ലാം സൈഡിൽ കാണുമ്പോൾ ഫുൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാനിങ്ങനെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. സൈസ് വന്നിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്. ഞാൻ പറഞ്ഞല്ലോ നമുക്ക് നോർമൽ എന്താണ്, നമ്മൾ ഓവർ സൈസിൽ വരുന്ന ഡ്രസ്സസൊക്കെ തന്നെ നമ്മൾ നോർമൽ സൈസ് എടുത്താൽ മതി. അപ്പോൾ നമുക്കതൊരു ഓവർ സൈസിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതും എനിക്ക് ചിലതെങ്ങാനും മാറ്റം വരാം. അപ്പോൾ ഇതും എനിക്ക് കറക്റ്റ് അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെ നോർമൽ, ഇത് XXL വരെ ഉണ്ട് കേട്ടോ സൈസസ്. സോ നിങ്ങളെ നോർമൽ സൈസ് എടുത്താൽ മതി. നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു റിലാക്സ്ഡ് ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ഫിറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഓവർ സൈസിൽ ഫിറ്റിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പിന്നെ ഈ ഒരു മെറ്റീരിയൽ ക്വാളിറ്റി ഒക്കെ അടിപൊളി നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പ്രൈസ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ജസ്റ്റ് 599 ആണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. അടിപൊളിയാണ്. പിന്നെ സൈഡിൽ ഇവിടെ ജസ്റ്റ് ഒരു ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് ആ ഒരു നമ്മളെ ബോഡി കോൺ ഫിറ്റിലേക്ക് വരാതെ, അതായത് ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ നമ്മൾ എത്ര ഓവർ സൈസിലാണെന്ന് പറഞ്ഞാലും നമുക്ക് കുറച്ചൊരു ബോഡി ഹഗ് ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യും. പക്ഷെ ഇത് അങ്ങനെ ഇല്ല. ഈ ഒരു സൈഡിൽ ലെങ്ത് കൂടുന്നതിനനുസരിച്ചിട്ടോ, ഇത് അത്യാവശ്യം കാഫ് ലെങ്ത് ഉണ്ടായതുകൊണ്ട് തന്നെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്പണിങ് വരുമ്പോൾ നമുക്കത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ചെയ്യുക. അത് ഇതിനുണ്ട്. എനിക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നു. എനിക്ക് അങ്ങനെ എല്ലാം കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ വേണ്ടി പറ്റാറില്ല ഇങ്ങനത്തെ ടീഷർട്ട് ഡ്രസ്സസ് ഒന്നും. ബട്ട് ഇത് അടിപൊളിയാണ്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചാൽ സ്റ്റോക്ക് ഔട്ട് ആവാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടാണ് അടുത്തത് കാണിച്ചു തരുന്നത്. ഇപ്പം എയർപോർട്ട് ലുക്ക് ഭയങ്കര ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു ബാഗി ഫിറ്റിൽ വരുന്ന പാൻറ് അല്ലെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ആ ഒരു പാരലൽ ഫിറ്റിൽ വരുന്ന പാൻസിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയുള്ള ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് ഇട്ട് കൊടുക്കുമ്പോൾ ഭയങ്കര ലുക്കാണ്. ഒരു എയർപോർട്ട് ലുക്ക് ഭയങ്കര ട്രെൻഡി ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സ്ട്രൈപ്ഡ് ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ഷർട്ട്, അതേപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള, അത് കൂടുതലും ഈ ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ഡ്രസ്സസൊക്കെ ഭയങ്കര ട്രെൻഡി ആയിട്ട് വരുന്നൊരു ടൈമാണ്. സോ ഞാൻ അങ്ങനെ സെർച്ച് ചെയ്ത് എജിയോയിൽ നോക്കുമ്പോഴാണ് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് എൻ്റെ കണ്ണിൽ പെട്ടിട്ടുള്ളത്. സോ ഞാൻ റേറ്റിംഗ് ഒക്കെ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര റിവ്യൂ ആണ് കേട്ടോ ഇതിന് പറഞ്ഞിട്ടുള്ളത്. നല്ല രസമുണ്ട്. ഇത് നല്ല കംഫർട്ടബിൾ ആണ് വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ല മെറ്റീരിയൽ ആണ്, ഒരു ക്രിങ്കിൾഡ് കോട്ടൺ മെറ്റീരിയലാണ് ഇത് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒരു ക്ലോസ് ഷർട്ട് കാണിച്ചു തരാം നിങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ട്. ഇതാണ് ആ ഒരു മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ഓക്കെ, അത്യാവശ്യം നല്ല ഓവർ സൈസ്ഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. സൈഡിലെ ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ അത് നോർമൽ സൈസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, XL എനിക്ക് കറക്റ്റ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളെ നോർമൽ സൈസ് എടുക്കുക, കറക്റ്റ് ഫിറ്റിൽ വന്നോളും. അടിപൊളിയാണ്. പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 500 സംതിങ് ആണ്. ജസ്റ്റ് 532 rupees ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് എന്തുകൊണ്ടും വേർത്താണ്. കാരണം ഞാൻ കുറേ സെർച്ച് ആക്കിയിട്ടാണ് ഈ ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ടും ആ ഒരു പ്രൈസിന് വേർത്താണ്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. സോ ഇതാണ് നമ്മളെ അടുത്ത ഡ്രസ്സ്. സോ ഞാൻ നെക്സ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നിങ്ങൾ കോളേജ് ഗോയിങ് സ്റ്റുഡൻസ് ഒക്കെയാണ്, അല്ലാത്തവരാണെങ്കിലും നമ്മൾ കോളേജിലൊന്നും പോകുന്നില്ലല്ലോ, നമ്മളെപ്പോലെ ഉള്ളവർക്കാണെങ്കിൽ കൂടിയും ഈ ഒരു ഓവർ സൈസ്ഡ് ഞാനിപ്പോൾ കാണിച്ചു തന്ന പോലെ തന്നെ അതൊക്കെ ടീഷർട്ട് ഡ്രസ്സ് എന്ന് പറയാം. ഇതൊരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയി ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിട്ട് ഫൈനലി ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്.
ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ്. ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഓവർ സൈസ്ഡ് ടീഷർട്ട് പല കളേഴ്സ് സെർച്ച് ചെയ്യുന്നവരുണ്ടാവും. സോ അവർക്കിത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഏത് കളർ എവിടെ കിട്ടും, ആ ഒരു ഇതിലെല്ലാ കളേഴ്സും ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് കേട്ടോ. അതേപോലെ തന്നെ തീരെ പ്രൈസും വരുന്നില്ല, നല്ല ക്വാളിറ്റിയും വരുന്നുണ്ട്. സോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ജസ്റ്റ് 360 റുപ്പീസ് ഈ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടിന് വരുന്നുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ എജിയോന്ന് ഈ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട് ട്രൈ ചെയ്തിട്ട് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. വാഷ് ചെയ്ത് ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് അവരുടെ ടീഷർട്ട്സ് ഒക്കെ വന്നിട്ടുള്ളത്. കൂടുതൽ ഞാൻ ഡ്രസ്സിൻ്റെ ആ ഒരു മെറ്റീരിയലിനെക്കാട്ടും കൂടുതലും ഇങ്ങനത്തെ ടീഷർട്ട്സ് ആണ് എജിയോന്ന് ട്രൈ ചെയ്യാറ്. എനിക്ക് ഭയങ്കര വർത്തായിട്ടാണ് എല്ലാം തോന്നിയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയിലാണ് കേട്ടോ വരാറ്. സോ ആ ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ ഇത്രയും ഡ്രസ്സ് ട്രൈ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് നമ്മളെ അടുത്ത ആ ഒരു ടീഷർട്ട്. സോ ഒരുപാട് ട്രെൻഡി ആയിട്ടുള്ള ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. തീർച്ചയായും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പം വാങ്ങിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ഒന്ന് കാർട്ടിലിട്ട് വെച്ചോ. കാരണം എപ്പോഴെങ്കിലും ഈ ഒരു പ്ലെയിൻ ആയിട്ടുള്ള ഓവർ സൈസ് ടീഷർട്ടൊക്കെ നമുക്ക് വാങ്ങേണ്ടി വരും. ഓക്കെ, ടീഷർട്ട് ഇടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങേണ്ടി വരും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. സോ എന്തായാലും കാർട്ടിലിട്ട് വെച്ചോ. നിങ്ങൾക്ക് ഇപ്പം വാങ്ങാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇതും നല്ലൊരു ഷെയ്ഡാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനത്തെ ഒരു ഷെയ്ഡ് ടീഷർട്ടിന് വേണ്ടിയിട്ട് കുറേ ആയി നോക്കുന്നു. ഫൈനലി എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒന്നിനെ കിട്ടി, അതും അഫോർഡബിൾ പ്രൈസിൽ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. ഞാൻ നെക്സ്റ്റ് കാണിച്ചു. സോ ഞാനിപ്പോൾ പുറത്തൊരാൾ വന്നിട്ടുണ്ടായിരുന്നു, അങ്ങനെ പോയി നോക്കിയപ്പോൾ നമ്മൾ എജിയോൻ്റെ ഒരു പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല, ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്തായാലും എജിയോട് ചെയ്യുന്ന സമയത്ത് തന്നെ കറക്റ്റ് അവർ വന്നിട്ടുണ്ട്. സോ ഇത് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചതായിരുന്നു. ഒരു കോൺസെപ്റ്റ് ആയിരിക്കും, കാരണം അതും കൂടി വരാനുണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതൊന്ന് സംഭവം. സോ നോക്കട്ടെ കേട്ടോ, ഞാൻ കറക്റ്റ് പറഞ്ഞുതരാം. ഇതൊരു ബോട്ടവും ടോപ്പ് വരുന്ന പിക്ചറിൽ, ഞാനത് റീഡ് ചെയ്ത് നോക്കിയില്ല, പക്ഷെ ഞാൻ പിക്ചർ കണ്ടിട്ട് അങ്ങനെ ട്രൈ ചെയ്താൽ. ബട്ട് ഇതൊരു ഷർട്ട് മാത്രമാണ് കേട്ടോ, ഒരു ഓവർ സൈസ്ഡ് ഒരു ഷർട്ട് ഡ്രസ്സാണ്. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ഈ എജിയോൻ്റെ പ്രോഡക്റ്റൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. പിന്നെ ചിലത് ഭയങ്കര പ്രൈസായിട്ട് തോന്നാറുണ്ട്, കാരണം കുറച്ച് ലക്ഷറി ബ്രാൻഡ്സും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പ്രൈസ് തോന്നിക്കുന്നുണ്ടെങ്കിൽ കൂടി നമ്മൾ നന്നായിട്ട് സെർച്ച് ചെയ്ത് വാങ്ങിക്കുവാണെങ്കിൽ അഫോർഡബിൾ ആയിട്ട് അതേപോലെ ഒരുപാട് സെയിലുകൾ നടക്കാറുണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. സോ ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. നല്ല സ്റ്റാൻഡേർഡ് ഉണ്ടാവും ഇട്ട് കഴിഞ്ഞാൽ. കാണുമ്പോൾ എങ്ങനെയാ മനസ്സിലാവുന്നത് അറിയില്ല കേട്ടോ. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇട്ട് കഴിഞ്ഞാൽ, അടിപൊളിയായിരിക്കും. ഈ ഒരു കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബ്രിക്ക് ഷെയ്ഡില്ലേ, ഒരു ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ. ഈ ബട്ടൺസ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. 2 പോക്കറ്റ് വന്നിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇത് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്തിട്ട് സൈഡിൽ കൊടുക്കാം. അപ്പം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. കാരണം ഇപ്പം ഞാനിത് ഇട്ട് നോക്കിയിട്ടില്ലല്ലോ. അപ്പം എനിക്ക് പറയുന്നതിൽ ബാക്കിയൊക്കെ ഞാൻ ഇട്ട് നോക്കിയതിനോട് തന്നെ എനിക്ക് കറക്റ്റ് പറയാം. ഇതെന്തായാലും സൈഡിൽ ക്ലിപ്പ് ആഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഫുൾ ഒരു ഐഡിയ കിട്ടും. ഇതിൽ ഡീറ്റെയിൽസ് കറക്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഫുൾ ബട്ടൺസ് വരുന്നുണ്ട്, 2 പോക്കറ്റ് വരുന്നുണ്ട്, ഫുൾ സ്ലീവാണ്. എൻ്റെ ഇങ്ങനൊരു വുഡൻ ബട്ടൺസ് ആണ് കേട്ടോ. ബട്ടൺ വരുന്നുണ്ട്, സെയിം ആ ഒരു വുഡൻ ബട്ടൺ ഫ്രണ്ടിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് വരുന്നത്. ഇങ്ങനെ റൗണ്ട് ആയിട്ട് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടൈപ്പിലാണ് വരുന്നത്. ഫ്രണ്ട് കയറിയിട്ടും ബാക്ക് ഇറങ്ങിയിട്ടും. ഓക്കെ, വിശ്വാസം കിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് XXL ആണ്. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഷർട്ട് ഡ്രസ്സസ് ആണെങ്കിലും അതേപോലെ ഷോർട്ടായിട്ട് വരുന്ന ഡ്രസ്സസ് ഒക്കെ തന്നെ, ഓവർ സൈസ്ഡ് അല്ലാത്തതൊക്കെ തന്നെ ഞാൻ ഒരു സൈസ് അപ്പ് എടുക്കും. അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വരും. സോ ഇതങ്ങനെ എടുത്തിട്ടുള്ളതാണ്. അടിപൊളിയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കിത് ഇട്ടിട്ട് ഞാൻ അറിയില്ല, ഇട്ടിട്ട് ഞാൻ കാണിച്ചു തരാം, സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം. ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി. ഓക്കെ, അപ്പോൾ ഞാൻ നെക്സ്റ്റ് ഇതിൻ്റെ പ്രൈസ് ഇല്ലേ എനിക്ക് ഇതിൻ്റെ പ്രൈസ്, ഇതിൽ കോട്ടൺ ഞാൻ റീഡ് ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ഇതിൽ കോട്ടൺ ടോപ്പ് ആൻഡ് പാൻറ് സെറ്റ് എന്നുണ്ട്, പക്ഷെ പാൻറ്റില്ല. കാണിച്ചു തരാം. ഇതാണ് സംഭവം കേട്ടോ, ഇതാണ് സംഭവം. ഈ ഒരു കോട്ടൺ ടോപ്പ് ആൻഡ് പാൻറ്, പക്ഷെ ഇതിൽ പാൻറ് വരുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 799 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. പാൻറ്റും കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഒക്കെ വേർത്താണ്. പക്ഷേ ഇത് നമ്മൾ ഓഫ്ലൈനായിട്ട് വാങ്ങിക്കുന്നൊക്കെ സമയത്ത് ഇത് എന്തുകൊണ്ടും വേർത്താണ്. ഇങ്ങനത്തെ ഒരു ഓവർ സൈസ്ഡ് ഷർട്ടിനൊക്കെ അത്യാവശ്യം നല്ല പ്രൈസ് നമ്മൾ കൊടുക്കേണ്ടി വരും. എന്തായാലും 1000 എബോ എന്തായാലും ആവും. ഷോപ്സിലൊക്കെ പോയി
ഈ ഷോപ്സിലൊക്കെ പോയി വാങ്ങിക്കുന്ന സമയത്ത് എന്തായാലും നിങ്ങൾ ഒരു 1000 എബോ എന്തായാലും കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു 799 പോകത്തായിട്ട് തോന്നുന്നു. കാണിക്കുന്നത് എഗെയിൻ ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ടാണ്. ഞാൻ പറഞ്ഞല്ലോ എജിയോയിലുള്ള ടീഷർട്ട്സ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ കൂടുതലും അവിടുന്ന് ടീഷർട്ട്സ് ആണ് ട്രൈ ചെയ്യാറ്. ഇതുവരെ അങ്ങനെ കുർത്തി സെറ്റ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ എജിയോന്ന്. എനിക്കറിയില്ല, എനിക്ക് ഇവരെ ഇങ്ങനത്തെ പ്രൊഡക്റ്റാണ് കൂടുതൽ ഇഷ്ടം. കുർത്തി സെറ്റ്സിനെക്കാട്ടിയും ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. വെസ്റ്റേൺ ഡ്രസ്സസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, ഗൗൺസ് ഒക്കെ, അല്ലാതെ സെറ്റ്സ് ട്രൈ ചെയ്തിട്ടില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് എജിയോ വീഡിയോ ഹോൾ വീഡിയോ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. സോ ഇതാണ് ഞാൻ നെക്സ്റ്റ് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഓവർ സൈസ്ഡ് ടീഷർട്ട്. ഓക്കെ, അപ്പോൾ ഇത് ഇട്ടിട്ടുള്ള ക്ലിപ്പ് കാണുമ്പോൾ നിങ്ങൾക്ക് ഫുൾ ഐഡിയ കിട്ടും. ഇതിൻ്റെ പ്രിൻ്റാണ് എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തിട്ടുള്ളത്. ആ ഒരു കളർ കോമ്പിനേഷൻ ആൻഡ് ഇതിൻ്റെ ഒരു പ്രിൻറ്റ് നല്ല ഭംഗിയില്ലേ, നല്ല സ്റ്റാൻഡേർഡ് ഇല്ലേ കാണാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഷെയ്ഡ് അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ടുള്ള സൈസ് വന്നിട്ട് ഓവർ സൈസ്ഡ് ആയതുകൊണ്ട് തന്നെ XL ആണ് എടുത്തിട്ടുള്ളത്. ബട്ട് എനിക്ക് തോന്നുന്നു ഇത് XXL ആണെങ്കിൽ കുറച്ചുകൂടി സ്ലീവ് കുറച്ചുകൂടി ലൂസ് ആയേനെ. ഞാൻ ഇട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തെന്നു തോന്നുന്നു. ഓക്കെ, നിങ്ങൾ കാണുമ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് മറന്നുപോയി. ഇല്ല, ഓക്കെ ആണല്ലേ. ഓക്കെ, നിങ്ങൾ എന്തായാലും കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ XL ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, നല്ല ക്വാളിറ്റി, നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് വന്നിട്ടുള്ളത്. ഇത്രയും കുറേ എണ്ണം വാങ്ങിയിട്ട്, കുറേ എണ്ണല്ല, ഒരു 2-3 എണ്ണം വാങ്ങിയിട്ട് എനിക്കത് ഇഷ്ടമായിട്ടില്ല. ചിലത് ഇഷ്ടമായിട്ടും ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. പക്ഷെ അജിയോന്ന് ഇതുവരെ ടീഷർട്ട്സ് വാങ്ങിച്ചിട്ട് ഇതുവരെ എനിക്കത് ഇഷ്ടമാവാതിരുന്നിട്ടില്ല. ഓക്കെ, അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അജിയോന്ന് തന്നെ ട്രൈ ചെയ്യുന്നത്. സോ ഇതിന്റെ പ്രൈസ് പറഞ്ഞാൽ, ഇതിന്റെ പ്രൈസ് വന്നിട്ട് 490 റുപ്പീസിനാണ് ഇത് ട്രൈ ചെയ്തിട്ടുള്ളത്. ആ ഒരു പ്രൈസിന് വർത്താണ്. ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് ഈ പ്രാവശ്യത്തെ എജിയോ ഹോൾ ചെയ്തിട്ട്, അതായത് അജിയോന്ന് ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ എല്ലാത്തിലും ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. ബ്ലാക്ക് ഡ്രസ്സ് ആണെങ്കിലും പേർപ്പിൾ ആണെങ്കിലും ഈ 2 ഓവർ സൈസ്ഡ് ഷർട്ട് ആണെങ്കിലും ടീഷർട്ട് എല്ലാം ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിച്ചോ. താഴെ എല്ലാത്തിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. സോ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. സോ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.